50% ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏത് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞത് ഈ ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പം 50% മേലെ മുസ്ലിം സ്ഥലത്തുള്ളടത്ത് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിക്കോ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്കോ കൺസോൾട്ടേഷൻ ഉണ്ട്, ജയിച്ചു കയറാൻ കഴിയത്തില്ല. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും. ഒരു 50% ഹിന്ദു പിന്നെ മെജോറിറ്റി ഉള്ള സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റോ ഒരു മുസ്ലിം കാൻഡിഡേറ്റോ ജയിച്ചു വരാൻ കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിൽ നടക്കത്തില്ല. അപ്പോൾ ഇത് കണക്കാക്കി പറഞ്ഞാൽ മതി. അല്ലാതെ ഞാൻ വിചാരിക്കുന്ന കേരളത്തിലെ കഴിഞ്ഞ 21 മന്ത്രിമാരിൽ വലിയ രീതിയിൽ മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം നേരിട്ട ഒരു മന്ത്രി പോലും ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല കേട്ടോ. ഒരാൾ പോലും മത്സരിക്കുന്നില്ല. ഒരാൾ പോലും ഒരു വിജിലൻസ് കേസിൽപ്പെട്ട ഒരു മന്ത്രി പോലും കേരളത്തിലെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒരാൾ പോലും കേസിൽപ്പെട്ടിട്ട് ഇലക്ഷന് മത്സരിക്കുന്നില്ല കേട്ടോ. അപ്പം മന്ത്രിമാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ 1 ലക്ഷം കോടി രൂപയുടെ കിഫ്ബി പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുകയും മന്ത്രിമാരുടെ മണ്ഡലത്തിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുകയും വലിയ രീതിയിൽ പ്രൊജക്റ്റുകൾ വരികയും ചെയ്ത ഒരു മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന മന്ത്രിമാരാണ് കേരളത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ട് ഇലക്ഷനിൽ റിസൾട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ശക്തമായ മത്സരമാണ് കേരളത്തിൽ നടക്കുന്നുള്ളതിന് ഒരു സംശയവും വേണ്ട.